പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കണ്ണോടിച്ചാൽ നാം കണ്ടെത്തുന്ന ചില നിത്യസത്യങ്ങളുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട രണ്ട് അമൂല്യരായ വ്യക്തിത്വങ്ങൾ, വിശുദ്ധ യോവാക്യമും വിശുദ്ധ അന്നാമയും. വളരെ കാലത്തെ പ്രാർത്ഥനകൾക്ക് ഉത്തരമെന്നവണ്ണം നല്ല ദൈവത്താൽ അനുഗ്രഹമാക്കപ്പെട്ട ആ കുഞ്ഞു കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു സ്വർഗീയ നക്ഷത്രം. വളരെ തീർത്തും ദരിദ്രമായ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധയമ്മ ജീവിതം ആരംഭിച്ചതെങ്കിലും തന്റെ 3-ാമത്തെ വയസ്സു മുതൽ ജെറുസലേം ദേവാലയത്തിന് മതിൽക്കെട്ടിനുള്ളില് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അനുനിമിഷവും ജീവിച്ചപ്പോഴും ദൈവഹിതത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് ഈശോമിശിഹായ്ക്ക് ഭൂമിയിലേക്കുള്ള വഴിയൊരുക്കിയപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി ദൈവം കരുതി വെച്ച വരൻ ജോസഫ് വെറുമൊരു തച്ചനായിരുന്നു. ആ ഇല്ലായ്മയുടെയും സ്നേഹത്തിന്റെയും പങ്കുവയ്ക്കലിലേക്ക് യൂദയായിലെ ബേത്ലഹേം എന്ന പട്ടണത്തില് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട, തീർത്ഥം ദരിദ്രരായവര് പോലും ഉപേക്ഷിച്ച ഒരു ചെറു കാലിത്തൊഴുത്ത്, അത് ഈശോയുടെ ജന്മഗൃഹമായി തീർന്നു. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ശുദ്ധീകരണത്തിന്റെ സമയം നമുക്കൊന്ന് കാണാം. അവിടെ നടത്തിയ കാഴ്ച സമർപ്പണം വെറും 2 ചെങ്ങാലികൾ മാത്രം, തീർത്തും ദരിദ്രരായവരുടെ കാഴ്ച സമർപ്പണം. ഈശോ കണ്ടും കേട്ടും വളർന്നത് പരിശുദ്ധ അമ്മയെയും യോസേപ്പ് പിതാവിനെയുമാണ്. കഠിനാധ്വാനം ചെയ്യാനും തനിക്കുള്ളതെല്ലാം മറ്റുള്ളവർക്കുമായി പങ്കുവെക്കുവാനും ഈശോയെ സന്നദ്ധനാക്കിയതും തന്റെ മാതാപിതാക്കന്മാരുടെ ജീവിതം തന്നെ. വീണ്ടും തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്ന മറ്റൊരു സന്ദർഭമാണ് കാനായിലെ കല്യാണ വിരുന്ന്. അവിടെ പരിശുദ്ധ അമ്മയാണ് തന്റെ പുത്രനെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിക്കുവാനായി നയിക്കുന്നത്. മകനെ അവർക്ക് വീണില്ല എന്ന ഒരു വാക്യം മാത്രമേ പരിശുദ്ധ അമ്മ അവിടെ പറയുന്നുള്ളൂ. ഇല്ലായ്മയുടെയും കഷ്ടപ്പാടിന്റെയും ഒക്കെയും വേദനയും ബുദ്ധിമുട്ടും അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ സാഹചര്യത്തില് അപ്രകാരം ഇടപെടുവാനായി കഴിയുകയുള്ളൂ. മറ്റാരും അധികം അറിയാതെ ആ കുടുംബത്തിലെ പ്രശ്നം എന്താണോ അവിടേക്ക് കടന്നു ചെന്നുകൊണ്ട് അവരുടെ വേദനയിൽ പങ്കുചേരുന്ന പരിശുദ്ധ അമ്മയും ഈശോയും. അവിടെ അത്ഭുതം മറ്റനേകരുടെ സന്തോഷത്തിലേക്ക് വഴി നയിക്കുമ്പോൾ വിസ്മരിക്കപ്പെടുന്ന 2 വ്യക്തിത്വങ്ങളാണ് പരിശുദ്ധ അമ്മയും ഈശോയും. തന്നാലാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് അരങ്ങൊഴിയുന്ന ഒരു സുന്ദരമായ കാഴ്ച. ഏറ്റവും ഒടുവിലായി പരിശുദ്ധ അമ്മയെ നാം കണ്ടുമുട്ടുന്ന മറ്റൊരു സന്ദർഭമാണ് കുരിശിനു താഴെ നിൽക്കുന്ന തീർത്തും നിസ്സഹായം ദരിദ്രയുമായ ഒരമ്മ. മറ്റു പിടിപാടുകളോ ബന്ധുമിത്രാദികളുടെ ആൾബലമോ ഒന്നുമില്ലാതെ ഈശോയുടെ കുരിശിന് കീഴെ നിസ്സഹായിയായി നിൽക്കുമ്പോൾ ഏത് സാഹചര്യത്തിലും ഏതനുഭവത്തിലും ദൈവഹിതത്തിന് ആമേൻ പറയുവാനും അതിൽ നിന്ന് ഒരണുവിട പോലും വ്യതിചലിക്കാതെ തന്നെ ഏൽപ്പിച്ച ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കുവാനും പരിശുദ്ധ അമ്മയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ നേർസാക്ഷ്യമാണ് ആ കുരിശിൻ ചുവട്. നാമും നമ്മുടെ വേദനകളിലും ദുഃഖങ്ങളിലുമൊക്കെയും ഏറ്റവും ഒടുവിലായി അഭയം പ്രാപിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലും ഈശോയുടെ കുരിശിൻ ചുവട്ടിലുമല്ലേ? സ്വയം സമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു ഉത്തമ മാതൃകയായി പരിശുദ്ധ അമ്മ നിലകൊള്ളുമ്പോൾ നമുക്ക് പറയുവാനായി സാധിക്കും, പരിശുദ്ധ അമ്മയുടെ ജീവിതം ദാരിദ്ര്യത്തിന്റെ ഒരു ഉത്തമ മാതൃകയായിരുന്നുവെന്ന്. ഇപ്രകാരം തന്നിലുരുവായ ഈശോയെ പരിശുദ്ധ അമ്മ ലോകത്തിന് നൽകിയതുപോലെ നമ്മിൽ ഉരുവാകുന്ന ഈശോയെ നമുക്കും നമ്മുടെ സഹചര്യത്തിലേക്ക് പകർന്നു